ഹലോ സ്റ്റുഡൻസ്, നമ്മളിന്ന് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിലെ പുതിയൊരു ടോപ്പിക്കിലേക്ക് നമ്മൾ കിടക്കുകയാണ്. റിഡംഷൻ ഓഫ് റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ്. ഓക്കെ, അതിന് റിഡംഷൻ എന്താണെന്ന് പഠിക്കുന്നതിന് മുമ്പായിട്ട് എന്താണ് റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ്? നമുക്കറിയാം, ഷെയർസ് രണ്ട് തരമാണ് ആകുള്ളത്: ഇക്വിറ്റി ഷെയറും പ്രിഫറൻസ് ഷെയറും. ഇക്വിറ്റി ഷെയറിനെ നമ്മൾ ഓർഡിനറി പ്രിഫറൻസ് ഷെയർ എന്ന് പറയാം, ഓർഡിനറി ഷെയർസ് എന്ന് പറയാറുണ്ട്. ഇക്വിറ്റി ഷെയറിനെ ഓർഡിനറി ഷെയർസ് എന്ന് പറയാറുണ്ട്. ഓക്കെ, ഈ ഓർഡിനറി ഷെയർസാണ് റിയൽ ഓണേഴ്സ്, കമ്പനിയുടെ യഥാർത്ഥ ഉടമസ്ഥർ എന്നുള്ളത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സാണ്. റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത് പ്രിഫറൻസ് ഷെയർസിൻ്റെ പലതരത്തിലുള്ള ഷെയർസിലൊരു ഷെയർ. റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ, ഇറഡീമബിൾ പ്രിഫറൻസ് ഷെയർ, ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ, നോൺ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ, പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർ, നോൺ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർ, കൺവെർട്ടബിൾ പ്രിഫറൻസ് ഷെയർ, നോൺ കൺവെർട്ടബിൾ പ്രിഫറൻസ് ഷെയർ, ഇങ്ങനെ പലതരത്തിലുള്ള പ്രിഫറൻസ് ഷെയർ ഉണ്ട്. ആ പ്രിഫറൻസ് എന്ന് പറയുമ്പോൾ മുൻഗണനാ ഓഹരികൾ എന്നാണ് പറയുന്നത്. ഓരോ തരത്തിലുള്ള മുൻഗണനകൾ ഈ പറഞ്ഞ ഷെയർ ഹോൾഡേഴ്സിൽ ഉണ്ടായിരിക്കുന്നതാണ്. അതിൽ റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസിനെ കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അതിൽ റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ആർ ദോസ് ഷെയർസ് വിച്ച് ആർ റീപേയബിൾ ആഫ്റ്റർ എ ഫിക്സഡ് പീരീഡ് ഓർ എർലിയർ അറ്റ് എ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ കമ്പനി. സാധാരണ ഷെയർസിൻ്റെ എമൗണ്ട് നമ്മൾ തിരിച്ചെടുക്കുന്നത് കമ്പനിയുടെ വൈൻഡിങ് അപ്പിനാണ്. വൈൻഡിങ് എന്ന് വെച്ചാൽ കമ്പനി അതിൻ്റെ ബിസിനസ് അവസാനിപ്പിക്കുന്ന സമയത്ത് അസറ്റ്സൊക്കെ വിറ്റ് അതിൻ്റെ ലയബിലിറ്റീസൊക്കെ തിരിച്ചു കൊടുത്തതിന് ശേഷം ഷെയർ ഹോൾഡേഴ്സിന് എമൗണ്ട് കൊടുക്കുന്നു. അതാണ് നമുക്ക്. അപ്പോൾ വൈൻഡിങ് അപ്പിൻ്റെ സമയത്താണ് ഷെയർ ഹോൾഡേഴ്സിന് ക്യാഷ് കൊടുക്കുക. പക്ഷേ റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അതുവഴി കണ്ടെത്തിയ സംഖ്യ നമ്മൾ ഒരു നിശ്ചിത പീരീഡിന് ശേഷം തിരിച്ചു കൊടുക്കേണ്ടതാണ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതിൻ്റെ കമ്പനിക്ക് തോന്നാണ്, ചിലപ്പോൾ ഒരു 5 വർഷത്തേക്കാണ് ഇഷ്യൂ ചെയ്തത്, അല്ലെങ്കിൽ 10 വർഷത്തേക്കാണ് ഇഷ്യൂ ചെയ്തത്, ഒരു 6 വർഷം കഴിയുമ്പോൾ കമ്പനിക്ക് തോന്നാണ് ഈ ഷെയറിൻ്റെ ക്യാഷ് തിരിച്ചു കൊടുക്കാനുള്ള ഒരു സാമ്പത്തിക നില കമ്പനിക്ക് ഉണ്ടെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ കമ്പനിയുടെ ആഗ്രഹപ്രകാരം അത്തരം ഷെയർസിൻ്റെ എമൗണ്ട് തിരിച്ചു കൊടുക്കാം. ഓക്കെ, എന്തായാലും കമ്പനി വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ ഒരു ഫിക്സഡ് പീരീഡ് കഴിയുമ്പോൾ തിരിച്ചു കൊടുക്കേണ്ടുന്ന ഷെയർസിനെയാണ് നമ്മൾ റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയാം. ഓക്കെ, ദെൻ വാട്ട് ഈസ് റിഡംഷൻ? റിഡംഷൻ മീൻസ് റീപേയ്മെൻറ്റ്. അതാണ് ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇതാണ് നമ്മുടെ ടോപ്പിക്. Redemption means repayment. Redemption of preference shares means repayment of preference share capital to the preference shareholders. അപ്പോൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് അതിൻ്റെ സംഖ്യ തിരിച്ചു കൊടുക്കുന്നതിനെയാണ് നമ്മൾ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമുക്കിതിൽ മെയിനായിട്ട് നമുക്ക് അറിയേണ്ടത്, റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്. ഓക്കെ, അങ്ങനെ റിഡംഷൻ നടത്തുമ്പോൾ കമ്പനീസ് ആക്ടിൽ ചില കണ്ടീഷൻസ് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ചില പ്രൊവിഷൻസ് പറയുന്നുണ്ട്. ആ പ്രൊവിഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അക്കോർഡിംഗ് ടു സെക്ഷൻ 55 ഓഫ് ദ കമ്പനീസ് ആക്ട് 2013, എ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് ഇഫ് ഓതറൈസ്ഡ് ബൈ ഇറ്റ്സ് ആർട്ടിക്കിൾസ് ക്യാൻ റെഡീം ദ പ്രിഫറൻസ് ഷെയർസ് സബ്ജക്ട് ടു ദ ഫോളോയിങ് കണ്ടീഷൻസ്. അപ്പോൾ 2013 കമ്പനീസ് ആക്ട് അനുസരിച്ച് സെക്ഷൻ 55 പറയുന്ന അഞ്ചിൽ ഒരു കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് ആണെങ്കിൽ അതിനെ ആർട്ടിക്കിൾസ് അധികാരപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ ഷെയർസ് കമ്പനിക്ക് അത് റിഡീം ചെയ്യാമെന്നാണ് പറയുന്നത്. ഓക്കെ, അതിൻ്റെ കണ്ടീഷൻസ് താഴെ പറയുന്ന കണ്ടീഷൻസ് പാലിച്ചുകൊണ്ടായിരിക്കണം അത് റിഡീം ചെയ്യേണ്ടത്. ഒന്നാമത്, ദ ഷെയർസ് ടു ബി റിഡീംഡ് മസ്റ്റ് ബി ഫുള്ളി പെയ്ഡ്. റിഡീം ചെയ്യാൻ പോകുന്ന സംഖ്യ തിരിച്ചു കൊടുക്കാൻ പോകുന്ന ഷെയർസ് ഫുള്ളി പെയ്ഡപ്പ് ആയിരിക്കണം. ഇഫ് ഇറ്റ് ഈസ് പാർട്ട്ലി പെയ്ഡപ്പ്, മേക്ക് ഇറ്റ് ആസ് ഫുള്ളി പെയ്ഡപ്പ് ബൈ മേക്കിംഗ് ഫൈനൽ കോൾ ബിഫോർ റിഡംഷൻ. അപ്പോൾ റിഡംഷൻ എന്നുള്ള ആ ഒരു പ്രോസസ്സ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ പ്രിഫറൻസ് ഷെയർസിൻ്റെ സംഖ്യ, റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസിൻ്റെ സംഖ്യ എത്രയുണ്ടോ എന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്യണം. അങ്ങനെ ആ ചെക്ക് ചെയ്യുന്ന സമയത്ത് അത് ഫുള്ളി പെയ്ഡപ്പ് ആണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നേരിട്ട് റിഡംഷനിലേക്ക് കിടക്കാം. അതേസമയത്ത് അത് പാർട്ട്ലി പെയ്ഡപ്പ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മളതിനെ ഫുള്ളി പെയ്ഡപ്പ് ആക്കിയിട്ടേ നമ്മൾ റിഡംഷൻ്റെ എൻട്രീസ് എഴുതാൻ പാടുള്ളൂ. അങ്ങനെ നമ്മളത് ഫുള്ളി പെയ്ഡപ്പ് ആക്കുക, ഒരു ഫൈനൽ കോളിൻ്റെ എൻട്രി ഡ്യൂ ആകുന്നതും അതിൻ്റെ ക്യാഷ് വാങ്ങിക്കുന്നതായിട്ടുള്ള എൻട്രി. അപ്പോൾ പ്രിഫറൻസ് ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് ലെറ്റർ ടു പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലും ബാങ്ക് അക്കൗണ്ട് ടു പ്രിഫറൻസ് ഷെയർ ഫൈനൽ കോൾ എന്നുള്ള എൻട്രി എഴുതി കഴിഞ്ഞാൽ അത് ഫുള്ളി പെയ്ഡപ്പായി മാറി എന്നുള്ളതാണ്. എന്നിട്ട് നമുക്ക് റിഡംഷൻ്റെ പ്രോസസ്സ് ആരംഭിക്കാം. അപ്പോൾ ഏതൊരു പ്രോബ്ലം ചെയ്യുമ്പോഴും നമ്മൾ ഷുഡ് ഹാവ് ടു എൻഷുർ ദാറ്റ് ദീസ് ഷെയർസ് ആർ ഫുള്ളി പെയ്ഡപ്പ്. അപ്പോൾ ഫുള്ളി പെയ്ഡപ്പ് ആണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം റിഡംഷൻ്റെ പ്രോസസ്സ് തുടങ്ങാം, അല്ലേ? അപ്പോൾ അത് തുടങ്ങിയ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഫൈനൽ കോളിൻ്റെ എൻട്രി നടത്തി. ഫൈനൽ കോൾ എൻട്രി എടുത്തുമ്പോൾ നമുക്കറിയാം 2 എൻട്രീസ് നമ്മൾ എഴുതേണ്ടി വരും. ഒന്ന് ഡ്യൂ ആകുന്ന എൻട്രി എഴുതേണ്ടി വരും, മറ്റൊന്ന് ക്യാഷ് റിസീവ് ചെയ്യുന്ന എൻട്രി എഴുതേണ്ടി വരും. ഇനി അടുത്ത പ്രൊവിഷൻ പറയുന്നത്, ദ ഷെയർസ് ഷുഡ് ബി റിഡീംഡ് ഐദർ ഔട്ട് ഓഫ് പ്രോഫിറ്റ്സ് ഓഫ് ദ കമ്പനി അവൈലബിൾ ഫോർ ഡിസ്ട്രിബ്യൂഷൻ ആസ് ഡിവിഡൻഡ് ഓർ ഔട്ട് ഓഫ് ദ പ്രൊസീഡ്സ് ഓഫ് ഫ്രഷ് ഇഷ്യൂ ഷെയർസ് മെയ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് റിഡംഷൻ. നമുക്കറിയാം, കമ്പനിയുടെ ഷെയർസ് റിഡീം ചെയ്യുമ്പോൾ
ഒരു സംഖ്യ വേണം, തിരിച്ചു കൊടുക്കാൻ ഒരു സംഖ്യ വേണം, അതിനൊരു ഫണ്ട് വേണം. ആ ഫണ്ടിനായി കമ്പനീസ് ആക്ട് അനുസരിച്ച് അതിൻ്റെ പ്രൊവിഷൻസിൽ പറയുന്നത് ഒന്നുകിൽ കമ്പനിയുടെ പ്രോഫിറ്റ് ഉപയോഗിക്കാം. പ്രോഫിറ്റ് ഉപയോഗിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ തരത്തിലുള്ള അപ്രോപ്രിയേഷനും കഴിഞ്ഞ് ഡിവിഡൻഡ് കൊടുക്കാൻ അവൈലബിൾ ആയിട്ടുള്ള പ്രോഫിറ്റ് ഏതാണോ ആ പ്രോഫിറ്റാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. either ഔട്ട് ഓഫ് പ്രോഫിറ്റ്സ് ഓഫ് ദ കമ്പനി അവൈലബിൾ ഫോർ ഡിസ്ട്രിബ്യൂഷൻ ആസ് ഡിവിഡൻഡ്, ഓർ അതും അല്ലെങ്കിൽ ഔട്ട് ഓഫ് ദ പ്രൊസീഡ്സ് ഓഫ് ഫ്രഷ് ഇഷ്യൂ ഷെയർസ് മെയ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് റിഡംഷൻ. അതായത് പഴയ ഷെയറിൻ്റെ ക്യാഷ് കൊടുക്കാൻ വേണ്ടി പുതിയതായിട്ട് ഫ്രഷായിട്ട് ഷെയർ ഇഷ്യൂ ചെയ്യുക. അപ്പോൾ റിഡംഷൻ നടത്തണമെങ്കിൽ ഫണ്ട് വേണം. ആ ഫണ്ടിനായി ഒന്നുകിൽ പ്രോഫിറ്റ് ഉപയോഗിക്കുക, അതല്ലെങ്കിൽ പുതിയ ഷെയർ ഇഷ്യൂ ചെയ്ത് ഫണ്ട് കണ്ടെത്താം. അങ്ങനെ രണ്ട് തരത്തിൽ ഏതെങ്കിലും ഒരു സോഴ്സ് ഉപയോഗിച്ചിട്ടായിരിക്കും റിഡീം ചെയ്യുക. ചിലപ്പോൾ രണ്ട് സോഴ്സ് ഉപയോഗിക്കും, കുറച്ച് ഷെയർ ഇഷ്യൂ ചെയ്യുക, കുറച്ച് പ്രോഫിറ്റ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ കുറച്ച് പ്രോഫിറ്റ് ഉപയോഗിക്കുക, ദെൻ ബാക്കിയുള്ളതിൻ്റെ ഷെയർ ഇഷ്യൂ ചെയ്യുക. എന്തായാലും ചോദ്യത്തിൽ പറയുന്നതിന് പ്രകാരം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. രണ്ട് തരം സോഴ്സ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. ക്യാപിറ്റൽ റിഡീം ചെയ്യേണ്ട രണ്ട് തരം സോഴ്സ് ഉണ്ട്. ഒന്ന് ഡിവിസിബിൾ പ്രോഫിറ്റ്സ്. ഡിവിസിബിൾ പ്രോഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഡിവിഡൻറ്റിന് അവൈലബിൾ ആയിട്ടുള്ള പ്രോഫിറ്റ്. മറ്റൊന്ന് പുതിയ ഫ്രഷ് ഇഷ്യൂ ഷെയർസ്, ഔട്ട് ഓഫ് ദ പ്രൊസീഡ്സ് ഓഫ് ദ ഫ്രഷ് ഇഷ്യൂ ഷെയർസ്, പുതിയതായിട്ട് ഷെയർ ഇഷ്യൂ ചെയ്ത് ഫണ്ട് കണ്ടെത്താം. ഓക്കെ, ഇനി പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ വേർ എനി സച്ച് ഷെയർസ് ആർ റിഡീംഡ് ഔട്ട് ഓഫ് പ്രോഫിറ്റ്സ് അവൈലബിൾ ഫോർ ഡിവിഡൻറ്റ് ആൻ എമൗണ്ട് ഈക്വൽ ടു ദ നോമിനൽ വാല്യൂ ഷെയർസ് to be redeemed must be transferred to an account is called out of profit divisible profits to capital redemption reserve account, CRR account എന്ന് പറയും. അതായത് if the shares are redeemed out of profits of the company, that amount should be transferred to an account is called capital redemption reserve account. ഓക്കെ, എത്ര രൂപയാണ് നമ്മൾ റിഡീം ചെയ്യാനായിട്ട് പ്രോഫിറ്റിൽ നിന്ന് ഉപയോഗിക്കുന്നത് അത്രയും എമൗണ്ട് നമ്മൾ CRR അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ പ്രോഫിറ്റ് ഉപയോഗിച്ചാണ് റിഡീം ചെയ്യുന്നത് എന്നുള്ളത് ചോദ്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ CRR അക്കൗണ്ടിലേക്ക് ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനൊന്നും ചോദ്യത്തിൽ പറയില്ല. അത് പ്രൊവിഷനാണ്. ഇത് പ്രോബ്ലം ചെയ്യുന്ന ആൾ, സോൾവ് ചെയ്യുന്ന ആൾ എഴുതേണ്ട എൻട്രിയാണ്. അപ്പോൾ ഇഫ് ദ ഷെയർസ് ആർ റിഡീംഡ് ഔട്ട് ഓഫ് divisible profits of the company, we should have to, or we must have to record this entry, that is divisible profits account letter to capital redemption reserve account. That may be of general reserve, profit and loss account, whatever it may be. Divisible profits ആണെങ്കിൽ നമ്മളത് ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അപ്പോൾ ജനറൽ റിസർവ് അക്കൗണ്ട് ലെറ്റർ, സർപ്ലസ് അക്കൗണ്ട് ലെറ്റർ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ലെറ്റർ ടു ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട്. ഓക്കെ, ഇത് കമ്പൽസറി ആയിട്ട് എഴുതിയിരിക്കണം. പ്രോഫിറ്റിൽ നിന്നാണ് റിഡീം ചെയ്യുന്നതെങ്കിൽ ഇങ്ങനൊരു എൻട്രി നമ്മൾ എഴുതിയിരിക്കും. ഓക്കെ, അടുത്തത് എനി പ്രീമിയം പേയബിൾ ഓൺ റിഡംഷൻ മസ്റ്റ് ബി പ്രൊവൈഡ് ഔട്ട് ഓഫ് പ്രോഫിറ്റ്സ് ഓഫ് ദ കമ്പനി or out of the securities premium reserve account if there is existing securities premium reserve or premium on fresh issue. അതായത് കമ്പനി ഈ പ്രിഫറൻസ് ഷെയർസിൻ്റെ എമൗണ്ട് തിരിച്ചു കൊടുക്കുമ്പോൾ വാങ്ങിയതിനേക്കാൾ കൂടുതൽ സംഖ്യ തിരിച്ചു കൊടുക്കാൻ ചിലപ്പോൾ കമ്പനി തീരുമാനിക്കും. ഇപ്പോൾ ഒരു 1,00,000 രൂപയാണ് ഷെയർ ഇഷ്യൂ ചെയ്ത് കണ്ടെത്തിയെങ്കിൽ ആ 1,00,000 രൂപ തിരിച്ചു കൊടുക്കുന്ന സമയത്ത് ഒരു 10,000 രൂപയും കൂടി കൊടുക്കാൻ തീരുമാനിച്ചു. 1,10,000 രൂപ കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ 1,00,000 സോഴ്സാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഡിവിസിബിൾ പ്രോഫിറ്റ് അല്ലെങ്കിൽ ഫ്രഷ് ഇഷ്യൂ നടത്തി കണ്ടെത്താൻ പറഞ്ഞു. അത് എക്സ്ട്രാ കൊടുക്കുന്ന 10,000 സോഴ്സാണ് നമ്മൾ പറയുന്നത്. അത് പ്രോഫിറ്റിന് ഉപയോഗിക്കാം, അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് പ്രീമിയം ഉപയോഗിക്കാം. അതായത് ഷെയർ ഇഷ്യൂ ചെയ്തപ്പോൾ കമ്പനിക്ക് കിട്ടിയ ലാഭമാണ് സെക്യൂരിറ്റീസ് പ്രീമിയം. അത് സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവിൽ എഴുതില്ല, അത് ഉപയോഗിക്കാം. അപ്പോൾ സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ പ്രോഫിറ്റ് ഉപയോഗിക്കാം. അപ്പോൾ സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് വെച്ചാൽ നിലവിലുള്ള സെക്യൂരിറ്റി പ്രീമിയം ആകാം, അല്ലെങ്കിൽ പുതിയ ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ കിട്ടുന്ന സെക്യൂരിറ്റി പ്രീമിയം ആകാം. അപ്പോൾ സെക്യൂരിറ്റി പ്രീമിയം എന്നുള്ളത് കമ്പനിക്ക് ലാഭമാണ്, പക്ഷേ പ്രീമിയം ഓൺ റിഡംഷൻ എന്നുള്ളത് കമ്പനിക്ക് നഷ്ടമാണ്. അതായത് എക്സ്ട്രാ കൊടുക്കുന്ന അമൗണ്ടിന് പ്രീമിയം റിഡംഷൻ അറിയാം. ഇറ്റ് മേ ആൾസോ ബി നോട്ടഡ് ദാറ്റ് ദ റിഡംഷൻ പ്രീമിയം ക്യാൻ പ്രൊവൈഡഡ് ഔട്ട് ഓഫ് എനി അതർ ക്യാപിറ്റൽ പ്രോഫിറ്റ്സ് ഇൻ അഡീഷൻ ടു സെക്യൂരിറ്റീസ്. അപ്പോൾ സെക്യൂരിറ്റി പ്രീമിയം റിസർവ് കൂടാതെ വേറെ ഏതെങ്കിലും ക്യാപിറ്റൽ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാമെന്ന് പറയുന്നു. ഓക്കെ, ദെൻ അടുത്തത് പറയുന്നത് ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് ക്യാൻ ബി യൂട്ടിലൈസ്ഡ് ഓൺലി ഫോർ ദ ഇഷ്യൂ ഓഫ് ഫുള്ളി പെയ്ഡ് ഓഫ് ബോണസ് ഷെയർസ്. അപ്പോൾ ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാമെന്നാണ്. പ്രോഫിറ്റിൽ നിന്നാണ് നമ്മൾ റിഡീം ചെയ്യാനുള്ള ഫണ്ട് കണ്ടെത്തുന്നതെങ്കിൽ അത് CRR അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അത് ലീഗൽ പ്രൊവിഷൻ മാത്രമാണ്. അപ്പോൾ CRR അക്കൗണ്ട് കമ്പനിയുടെ ലിക്വിഡിറ്റിനെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു റിസർവ് ക്രിയേറ്റ് ചെയ്യണം മാത്രം. ഈ റിസർവ് എന്തിനു വേണ്ടി ഉപയോഗിക്കാം? CRR അക്കൗണ്ട് അവർക്ക് ഫുള്ളി പെയ്ഡപ്പായ ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ മാത്രമായിട്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത എമൗണ്ട് ഫുള്ളി പെയ്ഡപ്പായ ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുക. ദിസ് മീൻസ് ദാറ്റ് പാർട്ട്ലി പെയ്ഡപ്പ് ഷെയർസ് കനോട്ട് ബി മെയ്ഡ് ഫുള്ളി പെയ്ഡപ്പ് ഓഫ് ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് ഉപയോഗിച്ചിട്ട് പാർട്ട്ലി പെയ്ഡപ്പിനെ ഫുള്ളി പെയ്ഡപ്പായി കൺവേർട്ട് ചെയ്തുകൊണ്ടുള്ള ബോണസ് ഇഷ്യൂയിലേക്ക് ഉപയോഗിക്കില്ല. അതായത് പാർട്ട്ലി പെയ്ഡപ്പായ ഷെയറിനെ ഫുള്ളി പെയ്ഡപ്പായി കൺവേർട്ട് ചെയ്തുകൊണ്ടൊരു ബോണസ് ഇഷ്യൂ ഉണ്ട്.
ബോണസ് ഷെയർ നമ്മൾ അടുത്ത ഒരു ചാപ്റ്ററിൽ പഠിക്കും. അപ്പോൾ ബോണസ് ഇഷ്യൂ നടത്താൻ ഫുള്ളി പെയ്ഡപ്പായുള്ള ബോണസ് ഷെയർ ആണെങ്കിൽ ക്യാപിറ്റൽ ഇൻഷുറൻസ് ഉപയോഗിക്കാം. പാർട്ട്ലി പെയ്ഡപ്പായ ഷെയർ ആണെങ്കിൽ ഈ പറഞ്ഞ അത് കൺവേർട്ട് ചെയ്തുകൊണ്ടുള്ള ബോണസ് ഇഷ്യൂ ആണെങ്കിൽ CRR അക്കൗണ്ട് ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ. അടുത്ത പ്രൊവിഷൻ പറയുന്നത് നോട്ടീസ് ഓഫ് ദ റിഡംഷൻ. നോട്ടീസ് ഓഫ് ദ റിഡംഷൻ, REDEMPTION, റിഡംഷൻ must be sent to the registrar of the companies within 30 days from the date of redemption. അപ്പോൾ റിഡംഷൻ നടന്ന് 30 ദിവസത്തിനുള്ളിൽ കമ്പനി രജിസ്ട്രാറെ ഈ റിഡംഷൻ്റെ കാര്യം അറിയിച്ചിരിക്കണം. റിഡംഷൻ എന്നാണോ നടന്നത് അന്ന് മുതൽ 30 ദിവസത്തിനുള്ളിൽ it should be the duty of the company officials. They should have to inform the redemption of the preferred shares to the registrar of the companies within 30 days from the date of redemption. റിഡംഷൻ നടന്ന് 30 ദിവസത്തിനുള്ളിൽ കമ്പനി രജിസ്ട്രാറെ വിവരം അറിയിച്ചിരിക്കുന്നതാണ്. ഓക്കെ. അടുത്തത് ദ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ഈസ് നോട്ട് ടു ബി ദ കൺസിഡർ ആസ് റിഡക്ഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ കുറച്ചു എന്നുള്ള മീനിങ്ങിൽ ഇല്ല എന്നുള്ളതാണ്. ഇഷ്യൂഡ് ക്യാപിറ്റൽ കുറയുണ്ടാവും, പക്ഷേ ഷെയർ ക്യാപിറ്റൽ കുറഞ്ഞുള്ള മീനിങ്ങില്ല. ഹെൻസ് ദ കമ്പനി മേ ഇഷ്യൂ ഷെയർസ് അപ് ടു ദ നോമിനൽ വാല്യൂ ഷെയർസ് റിഡീം. പിന്നീട് എപ്പോഴെങ്കിലും കമ്പനിക്ക് ഈ എത്ര രൂപയുടെ ഷെയറാണ് റിഡീം ചെയ്തത് അത്രയും രൂപയുടെ ഷെയർ അവർക്ക് പിന്നീട് ഇഷ്യൂ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു കാര്യം നമ്മൾ നോക്കണം. ഇറ്റ് ഷുഡ് ബി നോട്ടഡ് ദാറ്റ് ദ പ്രിഫറൻസ് ഷെയർസ് ക്യാൻ ബി റിഡീംഡ് ഐദർ അറ്റ് പാർ ഓർ അറ്റ് പ്രീമിയം ബട്ട് നോട്ട് അറ്റ് ഡിസ്കൗണ്ട്. അപ്പോൾ റിഡംഷൻ നടത്തുമ്പോൾ പാർ വാല്യൂനോ പ്രീമിയത്തിനോ റിഡീം ചെയ്യാം, പക്ഷേ ഡിസ്കൗണ്ടിന് റിഡീം ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ 1,00,000 രൂപ ഷെയർ ഇഷ്യൂ ചെയ്ത് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ ആ ഷെയറിൻ്റെ എമൗണ്ട് തിരിച്ചു കൊടുക്കുമ്പോൾ 1,00,000 രൂപയെങ്കിലും തിരിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ച് എമൗണ്ട് കൂടുതൽ കൊടുക്കുക. അതിനേക്കാൾ കുറവ് എമൗണ്ട്, ഇപ്പോൾ ഒരു 90,000 രൂപ കൊടുത്ത ഒരു ലയബിലിറ്റി അവസാനിപ്പിക്കാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് റിഡീം ചെയ്യുമ്പോൾ ഐദർ അറ്റ് ഫേസ് വാല്യൂ ഓർ അറ്റ് പ്രീമിയം ബട്ട് നോട്ട് അറ്റ് ഡിസ്കൗണ്ട്. അങ്ങനെയാണ് നമുക്ക് ഇതിൽ പറയുന്നത്. ഇതാണ് നമ്മുടെ പ്രൊവിഷൻസ്. അപ്പോൾ കൃത്യമായിട്ട് പഠിക്കുക. അത് പഠിക്കുക എന്ന് പറയുമ്പോൾ സ്ഥിരമായിട്ട് ചോദിക്കുന്നൊരു ചോദ്യമാണ്. ഷോർട്ട് എസ്സേ ആയിട്ടോ അല്ലെങ്കിൽ എസ്സേ ആയിട്ടോ വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ്. തിയറിയും അതിൻ്റെ എൻട്രീസൊക്കെ ഉൾപ്പെടെ നമുക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.